വാർത്തകൾ തുടരുന്നു. ഇരിങ്ങാലക്കുട നടവരമ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന തൃശൂർ മേഖല വൊക്ക ഫെയർ സമാപിച്ചു. തൃശൂർ, ഇടുക്കി ജില്ലകളിലെ 41 സ്കൂളുകളിൽ നിന്നായി 69 ടീമുകളാണ് വൊക്ക ഫെയറിൽ പങ്കെടുത്തത്. മോസ്റ്റ് കരിക്കുലം, റിലേറ്റഡ്, മോസ്റ്റ് മാർക്കറ്റബിൾ, മോസ്റ്റ് പ്രോഫിറ്റബിൾ, മോസ്റ്റ് ഇന്നോവേറ്റീവ് എന്നീ 4 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. 4 വിഭാഗങ്ങളിലും 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ ടീമുകൾ കോഴിക്കോട് വെച്ച് നടക്കുന്ന സ്കൂൾ ശാസ്ത്രമേളയോടൊപ്പം സംഘടിപ്പിക്കുന്ന സംസ്ഥാന വൊക്കേഷണൽ എക്സ്പോയിൽ പങ്കെടുക്കും. മോസ്റ്റ് കരിക്കുലം വിഭാഗത്തിൽ ആര്യപാടം SVHSS-ഉം, മോസ്റ്റ് ഇന്നവേറ്റീവ് വിഭാഗത്തിൽ തൃശൂർ GVHSS-ഉം, മോസ്റ്റ് മാർക്കറ്റബിൾ വിഭാഗത്തിൽ അയ്യന്തോൾ GVHSS-ഉം, മോസ്റ്റ് പ്രോഫിറ്റബിൾ വിഭാഗത്തിൽ അയ്യന്തോൾ GVHSS-ഉം 1ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തടിയൻ കപ്പകൾക്കിടയിൽ നീളക്കാരനായ ഉഗ്രൻ കപ്പ തീരദേശത്ത് വേരുറപ്പിക്കുന്നു. തൊടുപുഴക്കാരുടെ ഇഷ്ടക്കാരനായ ഉഗ്രനെ പാലപ്പെട്ടി പള്ളിത്തോട്ടുങ്ങൽ ഷംസുദ്ദീനാണ് തീരദേശത്ത് എത്തിച്ചത്. സിവിൽ എഞ്ചിനീയറും വിൻടെക് സ്ഥാപന ഉടമയുമായ ഇയാൾക്ക് കൃഷിയാണ് പ്രിയ വിനോദം. തന്റെ 2 ഏക്കർ പറമ്പിൽ ബലരാമൻ സുമോ 1 കപ്പകൾക്കിടയിലാണ് ഷംസുദ്ദീൻ ഉഗ്രൻ കപ്പ പരീക്ഷിച്ചത്. 3 അടി ഉയരത്തിൽ പൊലികൂട്ടി ചരൽപ്പൊടിയും വളമായി കോഴിക്കാട്ടവും കമ്പോസ്റ്റും നൽകിയാണ് കപ്പയെ പരിപാലിച്ചത്. നിർദ്ദേശങ്ങളുമായി വലപ്പാട് കൃഷി ഓഫീസർ PI മുഹമ്മദ് ഹാരിസും കപ്പ കൃഷിയിലെ വിദഗ്ധൻ സിദ്ദിഖ് ചന്ദ്രാപിന്നെയും കൂടെ നിന്നു. 10 മാസം കഴിഞ്ഞ് ആദ്യ വിളവെടുപ്പിൽ മീറ്റർ നീളമുള്ള 1 മൂട് കപ്പയുടെ ഭാരം 75 കിലോഗ്രാമാണ്. സമയത്തെ ചൊല്ലി തർക്കം. സ്വകാര്യ ബസിന്റെ ചില്ല് 6 അംഗ സംഘം അടിച്ചു തകർത്തു. തൃശൂർ തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഇഷാൻ കൃഷ്ണ എന്ന ബസിന്റെ മുൻഭാഗത്തെ ചില്ലുകളാണ് എതിർ ഗ്രൂപ്പിൽപ്പെട്ട സ്വകാര്യ ബസിലെ ആളുകൾ തല്ലിത്തകർത്തത്. സംഭവത്തിൽ തൃശൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന റോസ്മോൾ എന്ന ബസിന്റെ ഉടമ ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തതായി അന്തിക്കാട് പോലീസ് പറഞ്ഞു. ഓട്ടം കഴിഞ്ഞ് മുറ്റിച്ചൂരിൽ പാർക്ക് ചെയ്യാൻ തിങ്കളാഴ്ച വൈകിട്ട് 7:30 എത്തിയപ്പോഴാണ് കാറിലെത്തിയ സംഘം ബസിന്റെ ഗ്ലാസ് തല്ലിത്തകർത്തത്. തൃശൂർ റൗണ്ടിൽ വെച്ച് ഇരു ബസിലെ തൊഴിലാളികൾ തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കം നിലനിന്നിരുന്നു. ഈ സംഭവമാണ് രാത്രിയിൽ ബസിന്റെ ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുന്നതിലേക്ക് നീങ്ങിയത്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് LPU സ്കൂളിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെയും പ്രിന്ററിന്റെയും ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ അനിൽ പുളിക്കൻ, കുട്ടൻ മാസ്റ്റർ, MK മോഹനൻ, AEO AB ജയപ്രകാശ്, PTA പ്രസിഡന്റ് KB ഹംസ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലത്ത് മുക്കുപണ്ടം പണയം വയ്ക്കാനെത്തിയ സംഘത്തിലെ ഒരാളെ നാട്ടുകാർ പിടികൂടി. ഭവന നിർമ്മാണത്തിന് ഊന്നൽ നൽകി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ. 2 ദിവസങ്ങളിലായി ഇരിങ്ങാലക്കുടയിൽ നടന്നു വന്നിരുന്ന വൊക്ക ഫെയർ സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.